നമസ്കാരം. അപ്പോൾ കേരളത്തിൽ ഇതുവരെ ഇല്ലാത്ത ഒരു വിവാദം ചില തീവ്ര സ്വഭാവമുള്ള മത സംഘടനകൾ കുത്തിപ്പൊക്കിക്കൊണ്ടുവന്നുണ്ട്. അതായത് സ്കൂളുകളിലെ ഹിജാബ് വിവാദം. പള്ളുരുത്തി സ്കൂളിന്റെ കേസ് നിങ്ങൾക്കറിയാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ആ തമ്പിൽ പറഞ്ഞിരിക്കുന്ന കാര്യം, അതായത് ഹിന്ദുക്കളും ക്രൈസ്തവരും തമ്മിലുള്ള ഒരു താരതമ്യ പഠനം എന്നുള്ള രീതിയിൽ അതിൻ്റെ ഒരു ജസ്റ്റിഫിക്കേഷൻ തരാം. അതായത് ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടത്, ഈ ഒരു വിഭാഗം എന്ന് പറയുന്നത് 10-15 വർഷങ്ങൾക്ക് മുൻപ് തന്നെ പ്ലാൻ ചെയ്തതിന് ശേഷമായിരിക്കും ഒരു പ്രത്യേക സമയത്ത് പൊട്ടിത്തെറി സൃഷ്ടിക്കുന്നത്. അതിന് ഉദാഹരണം എന്ന് പറയുന്നത്, ഹൈന്ദവ സംസ്കാരം പിന്തുടരുന്ന സ്കൂളാണ്, പക്ഷെ മതേതര സ്കൂൾ എന്നൊക്കെയാണ് പേര്. എടപ്പള്ളിയിലാണ് ആ സ്കൂള്. ആ സ്കൂളിൽ ഒരു 8-9 വർഷങ്ങൾക്ക് മുൻപ് ഒരു സംഭവം നടന്നിട്ടുണ്ടായിരുന്നു. അതായത് സർവമത പ്രാർത്ഥനയാണ് അവിടെ നടത്താറ്, അല്ലാതെ ഈശോ അല്ലെങ്കിൽ കൃഷ്ണൻ അല്ലെങ്കിൽ അള്ളാഹു എന്ന് പറഞ്ഞുള്ള പ്രാർത്ഥനയൊന്നും അവിടെ നടത്താറില്ല. അപ്പൊ അങ്ങനെയുള്ള ഒരു പ്രാർത്ഥന നടത്തിക്കൊണ്ടിരുന്ന ഒരു സ്കൂളാണ്. അപ്പോൾ അവിടെ പെട്ടെന്ന് ഒരു പ്രശ്നം ഉടലെടുത്തു. അതായത് എല്ലാ ക്ലാസ്സുകളിലും LKG മുതൽ 10ാം ക്ലാസ് വരെ മെജോറിറ്റി കുട്ടികൾ എന്ന് പറയുന്നത് ഈ ഹൈന്ദവ സംസ്കാരം പിന്തുടരുന്ന ഒരു പ്രസ്ഥാനത്തിന്റെ സ്കൂളിൽ കൂടുതലായിട്ട് വന്നു. അതായത് മെജോറിറ്റി കുട്ടികളും ഈ മുസ്ലിം സമുദായത്തിൽപ്പെട്ട കുട്ടികളായിട്ട് മാറി. ആ സമയത്ത് പെട്ടെന്ന് ഒരു പ്രശ്നം വന്നു. അതായത് പ്രാർത്ഥന നടത്താൻ പാടില്ല സ്കൂളിൽ. അതുപോലെ തന്നെ ഈ പറയുന്ന ഹിജാബ് ധരിക്കാനുള്ള അവസരം കൊടുക്കണം. ഇതായിരുന്നു അവരുടെ ആവശ്യം എന്ന് പറയുന്നത്. അപ്പോൾ അവര് ചെറിയ ചെറുത്തുനിൽപ്പൊക്കെ നടത്തി. എന്നാലും ഈ രക്ഷിതാക്കളെല്ലാവരും, അതായത് മെജോറിറ്റി കുട്ടികൾ ഇവരാണല്ലോ, അപ്പോൾ രക്ഷിതാക്കളെല്ലാവരും പറഞ്ഞു, അങ്ങനെയാണെന്നെങ്കിൽ ഞങ്ങൾ സ്കൂൾ മാറും. അതായത് എല്ലാ കുട്ടികളെയും TC മേടിച്ച് അവർ വേറെ സ്കൂളിലേക്ക് കൊണ്ടുപോകും എന്നുള്ള ഒരു ഭീഷണിയാണ് സംഭവിച്ചത്. ആ ഭീഷണിയോടുകൂടി സ്കൂള് അവരുടെ എല്ലാ ആവശ്യങ്ങൾക്കും വഴങ്ങിക്കൊടുത്തു എന്നുള്ളതാണ് സത്യാവസ്ഥ. അതായത് ഈ സർവമത പ്രാർത്ഥന എന്ന് പറയുന്നത് ഇല്ലാതാക്കി, ഹിജാബ് ധരിക്കാനുള്ള ആ ഒരു അവസരം കൊടുത്തു. അങ്ങനെ ഇന്നും ആ സ്കൂളിൽ ഈ ഹിജാബ് ധരിച്ചു പോകുന്ന കുട്ടികളെ നമുക്ക് കാണാൻ പറ്റും. ആ സ്കൂളിന്റെ പടിക്കലൊന്ന് പോയി നിന്ന് നോക്കിയാൽ മതി. അപ്പോൾ അതാണ് ഹൈന്ദവ സംസ്കാരം പിന്തുടരുന്നവരുടെ ഒരു രീതി എന്ന് പറയുന്നത്. അതായത് അവർക്ക് ഫീസ് ഇല്ലാതാവും, എല്ലാ ക്ലാസ്സും അടച്ചുപൂട്ടേണ്ടി വരും. അതായത് ഒരു ക്ലാസ്സിൽ 40 കുട്ടികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു 7-8 കുട്ടികളെ മാത്രം വെച്ച് സ്കൂൾ നടത്തേണ്ട ഒരു ഗതികേട്. അപ്പൊ അവർക്ക് ആ സ്കൂൾ എന്ന് പറയുന്നത് എന്താണ്, വലിയ ഒരു നഷ്ടത്തിലേക്ക് പോകുന്ന അവസ്ഥ, ടീച്ചർമാരുടെ ജോലി പോകുന്ന അവസ്ഥ, ഇതൊക്കെ സംഭവിക്കും. അപ്പോൾ അവരുടെ ഭീഷണിക്ക് മുന്നിൽ വഴങ്ങി, ആ ഭീഷണി എന്ന് പറയുന്നത് വന്നത് 10-15 വർഷത്തെ അവരുടെ പ്ലാനിങ്ങിന്റെ ഫലമായിട്ടാണ്. അതായത് LKG മുതൽ ഇങ്ങനെ ഓരോ കുട്ടികളെ ചേർത്ത് 10ാം ക്ലാസ് വരെ അവരുടെ മെജോറിറ്റി വരുന്നത് വരെ അവർ പ്ലാൻ ചെയ്ത ആ കാര്യം നടപ്പിലാക്കിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തു. ഇനിയാണ് പള്ളുരുത്തിയിലത്തെ പ്രശ്നം വരുന്നത്. അവിടെ ഇനി ഈ ഒരു വിഭാഗം കൂടുതൽ താമസിക്കുന്ന, അതായത് ക്രൈസ്തവ വിഭാഗം കൂടുതൽ താമസിക്കുന്ന സ്ഥലത്തെ കൂടി പോകുമ്പോൾ ചില ബോർഡുകൾ കാണുമ്പോൾ എനിക്ക് വളരെ സന്തോഷമാണ്. അതായത് അവര് വലിയ അക്ഷരത്തില് വലിയ വലിയ ബോർഡുകൾ ഇറച്ചിക്കടയുടെ മുമ്പിൽ വെച്ചിട്ടുണ്ടാവും, പന്നി ഇറച്ചി ഇവിടെ കിട്ടും എന്നും പറഞ്ഞ്. അതെനിക്ക് വളരെ സന്തോഷം നൽകുന്ന കാര്യമാണ്. കാരണം അത് ചെയ്യാൻ അവർക്ക് മാത്രമേ ആ ഒരു ആർജവമുള്ളൂ എന്നുള്ളതാണ് സത്യാവസ്ഥ. ഇപ്പോൾ വരാപ്പുഴ ഭാഗത്തെ കൂടി പോകുമ്പോൾ പന്നിയിറച്ചി എന്ന് പറഞ്ഞ് പ്രത്യേകം നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഇരിഞ്ഞാലക്കുടയിൽ ഇത് കാണാൻ പറ്റും. അതൊക്കെ ഈ ക്രൈസ്തവ സമുദായത്തിന് മേൽക്കൈയുള്ള സ്ഥലങ്ങൾ തന്നെയാണ്. ഇനി അടുത്ത ഒരു വിവാദം എന്ന് പറയുന്നത് ഹിജാബാണല്ലോ. അപ്പൊ അതിന്റെ ആ ഒരു പ്രതികരണം നടത്താൻ ഞാൻ വെയിറ്റ് ചെയ്ത് എന്താണെന്ന് വെച്ചാൽ കേരള സർക്കാരിന്റെ നിലപാട് ഒന്നറിയണമല്ലോ. അപ്പൊ ഇന്നലെ വൈകിട്ടായപ്പോഴത്തേക്കും നമ്മളുടെ ശിവൻകുട്ടി മന്ത്രി വാതുറന്നിട്ട് പറഞ്ഞത് ഞാൻ പ്രതീക്ഷിച്ചിരുന്നത് വെറുതെ പോയി എന്നുള്ളതാണ് സത്യാവസ്ഥ. അതായത് കൃത്യമായിട്ട് അദ്ദേഹം പറഞ്ഞു, മതസ്വാതന്ത്ര്യം സ്കൂളിൽ കുട്ടികൾക്ക് കൊടുക്കണം. അപ്പൊ ഞാൻ വിചാരിച്ചു മുസ്ലിം സമുദായത്തിന് അനുകൂലമാണ് എന്ന്. പക്ഷെ യൂണിഫോം എന്നുള്ളത് സ്കൂളിൽ നിർബന്ധമാണ്. അപ്പൊ ഈ യൂണിഫോം മറച്ചുകൊണ്ടുള്ള മത ചിഹ്നങ്ങൾ കാണിക്കുന്ന സംഭവങ്ങൾ പാടില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു ഇദ്ദേഹം സ്കൂളിന് അനുകൂലമാണ് എന്ന്. അതിനുശേഷം പറയാണ് എടുത്തു ചാടിയുള്ള പെരുമാറ്റമായി പോയി സ്കൂളിൻ്റെത്. സ്കൂളിന്റെ കാര്യങ്ങൾ ഞാൻ അന്വേഷിക്കാൻ വിദ്യാഭ്യാസ ഡയറക്ടറുടെ അടുത്ത് പറയുന്നുണ്ട്. അതിനുശേഷം നടപടിയെടുക്കേണ്ടി വന്നാൽ നടപടിയെടുക്കും. കേരളത്തിൽ ഇത് അനുവദിച്ചു കൊടുക്കാൻ പറ്റില്ല. ഇദ്ദേഹം ആർക്ക് സപ്പോർട്ടിംഗ് ആയിട്ട് സംസാരിച്ചോ അതോ പിരിവെട്ടിയ പോലെ സംസാരിച്ചതാണോ ആർക്കും ഒന്നും മനസ്സിലായില്ല. അപ്പോൾ ഇതാണ് ശിവൻകുട്ടിയുടെ നിലപാട് എന്ന് പറയുന്നത്. ചക്കരക്കും ചെത്തും കള്ളിനും ചെത്തും എന്ന് പറയുന്ന ഒരു അവസ്ഥ. ഇനി ഇവിടെ യഥാർത്ഥത്തിൽ ഹൈക്കോടതി വിധികൾ, അതുപോലെ തന്നെ കർണാടക ഹൈക്കോടതിയുടെ വിധികൾ, സുപ്രീം കോടതി വിധികൾ എല്ലാം നിലനിൽക്കുമ്പോൾ തന്നെ ഇതറിയാൻ പാടില്ലാത്ത അവസ്ഥയൊന്നും അല്ല ഈ മുസ്ലിം സമുദായത്തിന്. അതായത് ഞാൻ പറയുന്ന എല്ലാ മുസ്ലിംസിനെയും അല്ല, കാരണം ഈ സെന്റ്
സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ 140 പേര് മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരാണ്. അവർക്കൊന്നുമില്ലാത്ത ഒരു പ്രശ്നമാണ് ഒരു കുട്ടിക്ക് മാത്രം ഉള്ളത് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. മാത്രമല്ല 4 മാസത്തോളം ഈ കുട്ടി സാധാരണ കുട്ടികളെ പോലെ തന്നെ യൂണിഫോം ധരിച്ചു വന്നു. പെട്ടെന്ന് 4 മാസത്തിന് ശേഷമാണ് ഈ ബോധോദയം ഉണ്ടായത്. അമ്മ വന്ന് പരാതിപ്പെട്ടു എന്നൊക്കെ പറയുന്നുണ്ട്. ഇതൊക്കെ ചുമ്മാ പറയുന്നതാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് 4 മാസം മുമ്പ് തന്നെ വരേണ്ട ഒരു സംഭവമാണല്ലോ, പുറത്തോട്ട് വന്നില്ലല്ലോ. അപ്പോ ഇതൊക്കെ അവരുടെ മുട്ടുന്യായങ്ങൾ മാത്രമാണ് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഇവർക്കൊരു പ്രശ്നം ഉണ്ടാക്കണം. മാത്രമല്ല ഈ ക്രിസ്ത്യൻ സ്കൂളുകളിലും ഹിന്ദു മാനേജ്മെന്റ് സ്കൂളുകളിലും ഇവർക്ക് ഇവരുടെ മതചിഹ്നങ്ങൾ കാണിച്ച് മേൽക്കൈ കാണിക്കണം. ഇത് ആ കുട്ടിയുടെ പിതാവിന്റെ മാത്രം ഒരു ആവശ്യമല്ല. ഇത് യഥാർത്ഥത്തിൽ തീവ്ര സ്വഭാവമുള്ള ചില രാഷ്ട്രീയ പാർട്ടികളും ചില മതസംഘടനകളുമുണ്ട്, അവരുടെ അജണ്ടയാണ്. അത് ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു സ്കൂളിലത്തെ പ്രാർത്ഥന, ഹിജാബ് ധരിക്കുക എന്നൊക്കെയുള്ള ആ ഒരു പ്രശ്നം 15 വർഷം കൊണ്ട് അവർ നടപ്പിലാക്കിയെടുത്ത ആ ഒരു സ്വപ്നം എന്ന് പറയുന്നത് ഇനി കേരളത്തിൽ എല്ലായിടത്തും കൊണ്ടുവരിക എന്നുള്ള ഒരു അജണ്ടയുടെ ഭാഗമായിട്ട് ഒരു ടെസ്റ്റ് ഡോസ് എന്നുള്ള രീതിയിൽ മാത്രമാണ് ഇതിനെ കാണേണ്ടത്. ഇത് കേരളം മൊത്തം ഇനി വിവാദമാക്കും. അങ്ങനെ അവര് അവകാശം നേടിയെടുക്കാൻ ശ്രമിക്കും. പക്ഷേ ഇവിടെ ഈ ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്കൂൾ, അതുപോലെ തന്നെ അവിടുത്തെ PTA എന്ന് പറയുന്നത് കട്ടയ്ക്ക് നിന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതും സുപ്രീം കോടതിയുടെ വിധി അവര് തുറന്നു കാണിച്ചുകൊണ്ട് അതനുസരിച്ച് മാത്രമാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത്, ഞങ്ങൾക്കതിനുള്ള അധികാരമുണ്ട്, അവകാശമുണ്ട്, ഇത് പറ്റുമെങ്കിൽ മാത്രം മതി എന്നുള്ള ഒരു നിലപാട് സ്വീകരിച്ച ആ സ്കൂൾ മാനേജ്മെന്റിനാണ് നമ്മൾ ആദ്യം അഭിനന്ദിക്കേണ്ടത്. അതായത് ഹൈക്കോടതി വിധിയുണ്ട്, അതായത് നിങ്ങൾക്ക് മതസ്വാതന്ത്ര്യം വേണം, അതുപോലെ തന്നെ ഹിജാബ് ധരിക്കണം, അല്ലെങ്കിൽ ഏതെങ്കിലും മതചിഹ്നങ്ങൾ അടങ്ങുന്ന ഡ്രസ്സ് വേണം എന്നുണ്ടെങ്കിൽ അത് ആ സ്കൂളിൽ പറ്റില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്കൂൾ മാറാം. ഇതിപ്പോ ഈ പല ആളുകളും നിങ്ങൾ പറ്റില്ല എന്നുണ്ടെങ്കിൽ പാകിസ്ഥാനിലോട്ട് പൊക്കോ എന്ന് പറയുന്ന പോലെ തന്നെ സുപ്രീം കോടതി ഇവിടെ പറ്റില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്കൂൾ മാറിക്കോ, നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുള്ള സ്കൂളിലേക്ക് മാറിക്കോ എന്നുള്ള ആ ഒരു രീതിയിലാണ് വിധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. അപ്പൊ ഇതൊക്കെ അറിഞ്ഞുകൊണ്ടും സുപ്രീം കോടതിയെ അടക്കം വെല്ലുവിളിക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമമാണ്. അതായത് അച്ഛൻ്റെ ഒക്കെ തിരിക്കുകയും വേണം, അമ്മയുടെ അമ്മിഞ്ഞ കുടിക്കുകയും വേണം എന്ന് പറയുന്ന ഒരു അവസ്ഥ. അതായത് ഈ സ്കൂളിൽ ഇവർക്ക് പഠിക്കുകയും വേണം, എന്നിട്ട് നല്ല വിദ്യാഭ്യാസം കിട്ടുകയും വേണം. കാരണം അവര് ടെസ്റ്റ് നടത്തിയപ്പോൾ ഫെയിലായ കുട്ടിയാണ് ഇത്. എന്നിട്ട് ആ കുട്ടിയെ ഡെവലപ്പ് ചെയ്തെടുക്കാം എന്നുള്ള ആ ഒരു അജണ്ട വെച്ചുകൊണ്ട് സ്കൂൾ മാനേജ്മെന്റ് അവർക്ക് അഡ്മിഷൻ കൊടുത്തതാണ്. അപ്പോൾ വിദ്യാഭ്യാസം കൊള്ളാം, ആ വിദ്യാഭ്യാസം അവർക്ക് വേണം, പക്ഷെ അവർക്ക് ഈ കാര്യവും നടപ്പിലാക്കിയെടുക്കണം. ഇതൊരു അജണ്ട തന്നെയാണ് തീവ്രവാദ രീതിയിൽ. തീവ്രവാദം എന്ന് പറയുമ്പോൾ പാകിസ്ഥാനിലെ ഭീകരവാദികൾ മാത്രമല്ല. തീവ്രവാദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആശയത്തിൽ പിടിച്ചു നിന്നുകൊണ്ട് മറ്റുള്ളവരുടെ മേൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നതിനെയും തീവ്രവാദം എന്ന് തന്നെ പറയേണ്ടി വരും. തീവ്രമായിട്ട് വാദിക്കുക അവരുടെ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട്. ആ ഒരു സംഭവം എന്ന് പറയുന്നത് കേരളത്തിൽ അനുവദിച്ചു കൊടുക്കാൻ പറ്റില്ല, ഇന്ത്യയിലും അനുവദിച്ചു കൊടുക്കാൻ പാടില്ലാത്തത് തന്നെയാണ്. പക്ഷെ ഇപ്പൊ കേരളത്തിലാണ് പ്രശ്നം നടന്നുകൊണ്ടിരിക്കുന്നത്. 2 ദിവസം ആ സ്കൂൾ അടച്ചിട്ടു. അപ്പോ ഉറപ്പായിട്ടും ഇതിനെതിരെ പ്രതികരിക്കണം, എല്ലാ മതവിഭാഗവും ഇതിനെതിരെ പ്രതികരിക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭ്യർത്ഥന എന്ന് പറയുന്നത്. കാരണം നമുക്ക് മതേതരം എന്ന് പറയുന്നത് മതേതരം തന്നെയായിരിക്കണം. അല്ലാതെ ഇതിപ്പോ നാളെ തൊട്ട് ആ സ്കൂള് തുറക്കുമ്പോൾ കുറെ കുട്ടികൾ കാവിഷാളണിഞ്ഞ് ചുമന്ന ഗോപിപ്പൊട്ടും ധരിച്ചു വന്നാൽ എങ്ങനെയുണ്ടാവും? അപ്പോൾ ഇതൊന്നും അനുവദിച്ചു കൊടുക്കാൻ പറ്റാത്ത കാര്യങ്ങൾ തന്നെയാണ്. ഇത് കേരളത്തിൽ നടപ്പിലാക്കാൻ സമ്മതിക്കില്ല എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത്.